എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ രാവിലെയൊക്കെ വലിയ ജോലികളൊന്നും ഇല്ല എങ്കിൽ തന്നെയും നമ്മൾ പതിവ് പോലെയൊക്കെ തന്നെ എഴുന്നേക്കും, അങ്ങനെ കിടക്കാറില്ല. ഇപ്പോൾ ഒരു കാര്യങ്ങളും ഇല്ല എന്ന് വിചാരിച്ചാൽ പോലും അങ്ങനെ കിടക്കാറില്ല, കിടക്കാൻ തോന്നൂല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നമ്മളധികം ഭക്ഷണങ്ങളും ഒന്നും ഉണ്ടാക്കാറില്ല, അതുപോലെ ജോലികളൊന്നും അധികം ചെയ്യാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കാതെ നിവർത്തിയില്ല, കാരണം റോജറൊക്കെ ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം. മിക്കവാറും വെള്ളിയാഴ്ചകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കാറില്ല, കാരണം നമ്മളുടെ പാലും അപ്പവും ഉണ്ടല്ലോ, തലേ ദിവസം വ്യാഴാഴ്ച ഉണ്ടാക്കിയ പെസഹപ്പാലും അപ്പവും ബാക്കി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതായിരിക്കുള്ളൂ രാവിലെ കഴിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഇഷ്ടമല്ല, ഞാനങ്ങനെ മധുരമുള്ളതൊന്നും തന്നെ രാവിലെ കഴിക്കാറില്ല. പപ്പക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പപ്പക്കുള്ളത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പവും പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പപ്പക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, പിന്നെ റയൻ കഴിക്കാറുമില്ല. പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടെ ഞാനൊരു ചപ്പാത്തി കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നാണെങ്കിൽ വെജിറ്റബിൾസ് ഇപ്പോൾ പനീർ എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരിത്തിരി പച്ചക്കറികൾ മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എഗ് റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൽ ഞാൻ ഒറിഗാനോയാണ് ഇട്ട് വെച്ചത് കേട്ടോ. പിസ്സയുടെ സീസണിങ്ങില്ലേ, അതാണ് ഇട്ട് വെച്ചേക്കുന്നത്. അത് ഏറ്റവും അവസാനം ഇട്ടാൽ മതിയായിരുന്നു, കാരണം ഇത് പച്ചക്കറികളെല്ലാം കൂടി അരിഞ്ഞ് അതിനകത്ത് ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും വെള്ളം വരാൻ തുടങ്ങി. ഇപ്പോൾ കുക്കുംബറാണെങ്കിലും സവാള ആണെന്നുണ്ടെങ്കിലും ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളം ഇറങ്ങി വന്നതിനെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് മാത്രം ആ സീസണിങ് ഇട്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതിപ്പോൾ ഇത്തിരി വെള്ളം പോലെ ആയിപ്പോയി. അപ്പോൾ ഈ ഒരു പീലർ, മാജിക് പീലറിന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം കിട്ടും കേട്ടോ. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് അത് ടാഗ് ചെയ്ത് കൊടുക്കുക. കുറേ പേരാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ആ പീലർ ഇങ്ങനെ ഈ സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ പോന്നെ കാണുമ്പോൾ അത് ഏത് പീലറാണെന്നുള്ളത്. അപ്പോൾ അത് മാജിക് പീലർ എന്നാണ് അതിനെ പറഞ്ഞാൽ. 3 പീലർ ഒന്നിച്ചുള്ളതാണ്, 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ സവാള, ക്യാപ്സിക്കം കുറച്ചേ ഉള്ളൂ, അത് ഇതിനകത്തേക്ക് ഇട്ടിട്ടില്ല. അത് റോജറിൻ്റെ ആ ഒരു റോളിൻ്റെ അകത്തേക്ക് മാത്രം, എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ക്യാരറ്റ്, ക്യുക്കുംബർ, അത്രയും ഇട്ടിട്ടുള്ളൂ. പിന്നെ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് 4 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മുട്ടയും ആദ്യം നമ്മളൊന്ന് ആക്കിയെടുത്തിട്ട് ചപ്പാത്തി അതിൻ്റെ മീതയിലേക്ക് വെക്കാനായിട്ട്. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചോടെ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി ചൂടാൻ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് പ്ലെയിൻ ചപ്പാത്തികളുണ്ടാവും, ആർക്കെങ്കിലും ഇനി വൈകുന്നേരമൊക്കെ ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുകയും ചെയ്യാം, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു മിക്സിംഗ് ബൗളിൽ തന്നെ ഞാനങ്ങനെ വെച്ചേക്കോട്ടെ, നമുക്ക് ഭയങ്കര ഉപകാരപ്രദമാണ്. ഈ ഒരു സ്റ്റാൻഡ് മിക്സറും മിക്സിംഗ് ബൗളും എല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് കുറച്ച് വലിയ ചപ്പാത്തികളായിട്ട് ഉണ്ടാക്കി വേഗം അങ്ങോട്ട് തീർത്തേക്കാമെന്ന് വിചാരിച്ചേട്ടാ. വേറെ പണികളൊന്നുമില്ല എങ്കിൽ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ വർക്കുണ്ട്, റോജറിന് ലീവ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസമാണ് വർക്കുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളിയാഴ്ച 3 മണിയാകുമ്പോഴത്തേക്കും പള്ളിയിൽ പോകണം. 3 മണി മുതലാണ് പള്ളിയിൽ വെള്ളിയാഴ്ചത്തെ കർമ്മങ്ങൾ തുടങ്ങുന്നത്. വ്യാഴാഴ്ച പെസഹ വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ 6 മണി മുതലാണ്, 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇത് 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറച്ച് വായനകൾ, പിന്നെ നഗരി കാണിക്കൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഏകദേശം ഒരു 7 മണി ഒക്കെ ആകുമ്പോഴേക്കും തീർന്ന് നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഒരുങ്ങണം. ഇവിടെ സാധാരണ 2:30 മണിയാകുമ്പോഴാണ് ഭക്ഷണം കഴിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി പോവുകയും ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കഞ്ഞി എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്നും തന്നെ ഞാൻ ഉണ്ടാക്കിയില്ല. തലേ ദിവസത്തെ കറികൾ, പച്ചക്കായ ഉലത്തിയത് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തതിന് ശേഷം മുട്ട ഇത് കല്ലിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിച്ച് അത് ചെറുതായിട്ടൊന്ന് പരന്ന് കഴിയുമ്പോഴത്തേക്കും ചപ്പാത്തി എൻ്റെ മീതയിൽ വെച്ചിട്ട്, നമ്മുടെ റോജറിന് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ട വെച്ചിട്ടുള്ള റോളുകൾ, കാത്തി റോൾ എന്നൊക്കെ പറയില്ലേ, ആ സംഭവമൊക്കെ റോജറിന് ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും പനീർ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് വെച്ചിട്ട് എഗ് റോളാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു 2-3 ചപ്പാത്തി ഈ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കി, ബാക്കി പ്ലെയിൻ ആയിട്ടുള്ള ചപ്പാത്തികളും എടുത്തു വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള ചപ്പാത്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ മുട്ടയൊക്കെ വെച്ചേക്കണ ചപ്പാത്തിനകത്തേക്ക് ഈ ഫില്ലിങ് ഇത്തിരി വെച്ച് കൊടുത്ത് ഇത്തിരി സോസും കൂടി ഒഴിച്ച് അതവിടെ ആക്കി വെച്ച്. അപ്പോഴേക്കും അതിനകത്ത് വെള്ളം ഒഴിണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒർഗാനോടെ ഇതൊക്കെ ആ വെള്ളത്തിൽ അങ്ങനെ കിടന്നുപോയി. അപ്പോൾ ഒർഗാനൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് കഴിഞ്ഞിട്ടിട്ടാൽ മതി. അപ്പോൾ നല്ല ഒട്ടും തന്നെ ആ ഒരു വെള്ളത്തിലേക്ക് അതിൻ്റെ ഫ്ലേവർ പോകാതെ കിട്ടും. അപ്പോൾ ഇത്രയും ഉണ്ടാകുന്നുള്ളൂ ഇന്നത്തെ പാചകങ്ങളെന്ന് പറയാനായിട്ട്. 3 മണിയായപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോയിൻ ചെയ്തിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം റിച്ചാർഡും ഞാനും കൂടി രാവിലെ സുറിയാനി പള്ളി അവിടെ രാവിലെ ആയിരിക്കുള്ളൂ, അവിടെയാണ് വെള്ളിയാഴ്ച വ്യാഴാഴ്ചയും പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം വെള്ളിയാഴ്ച പോയ ഒരു വീഡിയോ ആണിത്. അവിടുത്തെ അടുത്തുള്ള കടയിൽ കയറി എനിക്ക് ചായ മേടിച്ചതാണ്. അയ്യോ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവനെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ പിന്നെ നമ്മൾ അങ്ങനെ വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബസ്ലിക്ക പള്ളിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പം രാവിലെ സുറിയാനി പള്ളി പോയിട്ടുണ്ടായിരുന്നത്. കാരണം റൂബി ഒറ്റക്കാണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയാണ് വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ അകത്ത് രാഹുൽ ഗാന്ധി പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ മണ്ഡലത്തിലേക്ക് വരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ ഇവിടെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം, അതായത് ഇതൊക്കെ വെള്ളിയാഴ്ചയില്ലേ, ആ ഒരു ദിവസം ഇരുന്ന് അവർക്ക് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു കാര്യം കൺഫേം ആയിട്ടുണ്ടായിരുന്നത്. അതുവരെയും ഏത് ഗ്രൗണ്ടിലാണെന്ന്, ഇവിടെ ഒരുപാട് ഗ്രൗണ്ടുകളുള്ളതുകൊണ്ട് തന്നെ ഏത് ഗ്രൗണ്ടിലാണെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇത് ഇങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിലാണ് പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്തത്. കാരണം ഒരുപാട് ചവറും മരങ്ങളൊക്കെ പിടിച്ച് ചെടികളൊക്കെ ഇട്ട് ഗ്രൗണ്ടിലാകെ വൃത്തികേടായിരുന്നു. അത് മൊത്തത്തിൽ രാവിലെ തന്നെ ഒരു 10-15 മെഷീൻ തന്നെ വെച്ചിട്ട് കംപ്ലീറ്റ് പുല്ലെല്ലാം വെട്ടി അടിച്ച് വാരി ക്ലീൻ ചെയ്ത് അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ഇത് തോരണം കെട്ടൽ, സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ്, ഇതെല്ലാം പെട്ടെന്നാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധി ഒരു 2:30 മണിയോടുകൂടി വരും. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ചെയ്ത് തീർക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളുടെ അപ്പുറത്ത് വലിയ ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൽ ആണ് രാഹുൽ ഗാന്ധി ഇത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത്. അവിടെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു കാറിൽ പിന്നെ ഒരു മിനിറ്റ് പോലും ഇല്ല ഡ്രൈവ് നമ്മളുടെ ഗ്രൗണ്ടിലേക്ക് എത്തും. അപ്പോൾ ഈ വലിയ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം. അത്രയും അടുത്തുള്ള ഗ്രൗണ്ടിലാണ് വന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. രാവിലെ തന്നെ ഭയങ്കര സ്പീഡിൽ എല്ലാവർക്കും ഒരു ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ ശനിയാഴ്ച എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയില്ലാത്ത ഒരു ഈസ്റ്റർ ആയിരുന്നു. കാരണം നമ്മുടെ റോജർ വന്നപ്പോൾ മുതൽ നമ്മൾ നോൺ വെജൊക്കെ കുറേ ഇങ്ങനെ കഴിച്ച് പിന്നെ ഇനി എന്ത് നോൺ വെജ് ഇപ്പോൾ എല്ലാ ദിവസവും കഴിക്കുന്നതല്ലേ. അപ്പോൾ ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അപ്പോൾ ഏതായാലും പപ്പയ്ക്ക് ഞാൻ പോർക്ക് വെച്ച് തരാമെന്ന് പറഞ്ഞു. കാരണം ഈ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ഈസ്റ്റർ സമയത്തെ പോർക്ക് വീട്ടിൽ മേടിക്കാറുള്ളത്. കാരണം നമ്മളാരും കഴിക്കാത്തതുകൊണ്ടാണ്. പപ്പയ്ക്കും വലിയ താല്പര്യമില്ല. ഞങ്ങളാരും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് പറയും. ഞാൻ പറഞ്ഞു എന്തായാലും മേടിച്ചോ. അങ്ങനെ 1 കിലോ പോർക്ക് കൊണ്ടുവന്ന് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞെടുത്തപ്പോൾ വളരെ കുറച്ചുണ്ടാകുന്നുള്ളൂ. എല്ലും ഉണ്ടായിരുന്നു, പിന്നെ മാംസം വളരെ കുറവായിരുന്നു, നെയ്യായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പപ്പയ്ക്ക് അത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ അതിനകത്തേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഏതായാലും മസാല റെഡിയാക്കുന്നതിന് മുമ്പായിട്ട് ഇത്തിരി ചെറിയ ജീരകവും പെരുംജീരകമൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പുറത്ത് ഗ്രൗണ്ടിലാണെങ്കിൽ ഒരുപാട് നേതാക്കന്മാരും മേയർ, കൗൺസിലർ, അങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രസംഗങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2:30 മണിക്കാണ് രാഹുൽ ഗാന്ധി പറഞ്ഞെന്നുണ്ടെങ്കിലും അതിനു മുൻപ് തന്നെ ഇവരുടെ പ്രസംഗങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആകെ ഭയങ്കര കോലാഹലമാണ്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ മസാലകൾ ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അരപ്പ് ഒന്ന് റെഡിയാക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മസാലകളെല്ലാം ഫില്ല് ചെയ്ത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ടാണ് വിനാഗിരിയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. മുരിങ്ങാത്തുലി കിട്ടുമെന്നുണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് അരക്കും. പക്ഷേ ഇവിടെ മുരിങ്ങയൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോയി ഒന്നും എടുക്കാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുരിങ്ങാത്തോലി ഇട്ടിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ മുരിങ്ങാത്തോലിടും. കാരണം ചില പോർക്കിനൊരു ബാഡ് സ്മെല്ലുണ്ടാവും. ഇത്തവണ കൊണ്ടുവന്ന പോർക്കിന് ബാഡ് സ്മെല്ലുണ്ട്. ഒരു വേർപ്പിൻ്റെ സ്മെല്ല് പോലെ തോന്നും. മനുഷ്യൻ വേർക്കുമ്പോഴുള്ള ഒരു സ്മെല്ലില്ലേ, കടുപ്പം കൂടി ഒരു സ്മെല്ല് വരില്ലേ, അങ്ങനത്തെ ഒരു സ്മെല്ലാണ്.
ഞങ്ങളാരും തന്നെ ഇതുമ്മേ ഇത് രുചിച്ച് പോലും നോക്കൂല കേട്ടോ, ഒട്ടും ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം, ഈ ഫോർട്ട് കൊച്ചിയിൽ ഈ പോർക്കിനെ ഇതുപോലെ അങ്ങോട്ട് വിന്താല് വെക്കുകയാണ് ചെയ്യണത്. പക്ഷേ എൻ്റെയൊക്കെ വീട്ടിൽ വിന്താലൊന്നും പോർക്കിൻ്റെ വെക്കാറില്ല. എപ്പോഴും ഒരു റോസ്റ്റ് ചെയ്ത്, സാധാരണ ബീഫൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കണ പോലെ, അത് പണ്ടൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇവരുടെ ഇവിടെ ഈ നാട്ടിൽ ഭൂരിഭാഗം സ്ഥലത്തും ഈ ഒരു വിന്താലുമാണ് കാണുന്നത്. വിന്താലു വെച്ച ഒരു പോർക്ക് കഴിക്കാൻ എനിക്ക് പറ്റില്ല. മറ്റേത് എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയൊക്കെ നല്ല ടേസ്റ്റായിട്ട് വെക്കും. അതുപോലെ ഞാനിവിടെ വെച്ച് കൊടുത്തായിരുന്നു പപ്പക്ക്. പക്ഷേ പപ്പക്ക് ഇഷ്ടപ്പെട്ടില്ല. പപ്പക്ക് എന്ത് കാര്യങ്ങളും അങ്ങനെ ചെറുപ്പം മുതലേ ശീലിച്ചത് അത് അങ്ങനെ തന്നെ പോകാനാണ് ഇഷ്ടം. പിന്നെ നമ്മളായിട്ട് പിന്നെ അതിനെ മാറ്റണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് വെച്ച് കൊടുത്ത്, പിന്നെ ഇതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കില്ല, നമ്മൾ ആരും കഴിക്കുമൊന്നുമില്ല. അപ്പോൾ ഏതായാലും ആ മസാല ഒന്ന് വെളിച്ചെണ്ണയിൽ മൊരിയിച്ചെടുത്ത് കുറച്ച് സവാളയൊക്കെ ഇട്ട് അതും കൂടി വറുത്തൊക്കെ എടുത്തിട്ട് ഇത് പച്ചക്ക് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത്, പോരാത്ത വിനാഗിരിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. പെട്ടെന്ന് തന്നെ വേഗം, ഒരുപാട് സമയമൊന്നും വേണ്ട. കുക്കറിലൊന്നും വെക്കണ്ട. കുക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അലിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ അതങ്ങടെ വെച്ച് കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നതാണ്. പിന്നെ അപ്പോൾ ചിക്കൻ ഏതായാലും മേടിക്കാതെ നിവർത്തിയില്ല. റൂബിക്ക് ചിക്കൻ വേണം. അപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബീഫ് കഴിഞ്ഞ ആഴ്ചയാണ് ബീഫ് 3 കിലോ റോജർ വന്ന സമയത്ത് മേടിച്ചില്ലേ. എന്നിട്ട് അതിൻ്റെ ആ ഒരു ബീഫെല്ലാം വളരെ കുറച്ചെടുത്തിട്ട് പിന്നെ ബാക്കി ഫ്രീസറിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബീഫ് ഇന്നും മേടിക്കേണ്ട കാര്യമില്ല, അത് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് കട്ട് ചെയ്തും കുറച്ച് കട്ട് ചെയ്യാതെയൊക്കെയാണ് വെച്ചത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് ഇവിടെ നോക്കണുണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കണമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കുറേ ആംബുലൻസുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ തിരക്കാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. കാരണം നമ്മളുടെ റോജറിന് എന്ത് തന്നെ വെക്കുമ്പോൾ അയ്യോ അതിനകത്ത് എണ്ണയാണ്, അതിങ്ങനെ കഴിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ വെറുതെ പുഴുങ്ങി കൊടുക്കണത് അവന് ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ പുഴുങ്ങി കൊടുത്താലും മറ്റുള്ളവർക്കും കറിയൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു മസാല കുറഞ്ഞ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. ബിരിയാണി ബാക്കി ഉണ്ടാവും, അത് പിറ്റേ ദിവസത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. എന്ന് വെച്ചാൽ ഡിഷസ് ഒരു വെറൈറ്റി വെറൈറ്റിക്ക് നമുക്ക് ചെയ്തെടുക്കാം, പക്ഷെ അതൊന്നും അവർക്ക് വേണ്ടി വരില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കിടന്നിട്ട് ഈ ചൂടത്ത് എന്തിനാണ് കിടന്ന് ബുദ്ധിമുട്ടണമെന്ന് വിചാരിച്ച് കണ്ണും പൊട്ടി വെക്കാവുന്ന ആ ബിരിയാണി ശനിയാഴ്ച അങ്ങോട്ട് വെച്ച്. അപ്പോൾ അത് സാധാരണ നമ്മളെപ്പോഴും ചെയ്യണോണ്ട് ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. ഇനി ആർക്കെങ്കിലും അത് കാണണോ, അത് എന്താണ് എങ്ങനെയാണ് ആ ബിരിയാണി വെക്കണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അടുക്കള ചാനൽ ബൈ സ്വപ്ന എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ബിരിയാണിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് കുറച്ച് ബീഫ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളത് കട്ട് ചെയ്യാതിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നെയ്യൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെത്തി മാറ്റാൻ അന്ന് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കട്ട് ചെയ്യാതെ അങ്ങോട്ട് കയറ്റണം. അപ്പോൾ ഇന്ന് ഏതായാലും ആ നെയ്യെല്ലാം മാറ്റിയിട്ട് ഞാൻ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ്. അപ്പോഴേക്കും നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. റൈസുമൊക്കെ വേവിച്ചതും വാർത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മുട്ട പുഴുങ്ങിയത് ആ പുട്ടുകൂടത്തിലാണ്. നമ്മളുടെ മുട്ടയുടെ ബോയിലർ പുറത്തുനിന്ന് എടുക്കാനൊക്കെയുള്ള നേരം കിട്ടിയില്ല. കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോയിട്ട് രാഹുൽ ഗാന്ധി വരണത് കാണണം, വീഡിയോ എടുക്കണം. അപ്പോൾ ഇനി കുറേ നേരമില്ല. ഇത് വേഗം ചെയ്ത് വെച്ചിട്ട് ഓടി മുകളിൽ പോയി നിൽക്കണം. കാരണം ഏത് സമയത്തും വരാം, സമയം തെറ്റി വരാം. ആദ്യം 4 മണിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4 മണിയല്ലേ എന്ന് വിചാരിച്ച് ഞാൻ സാവധാനം കുഴപ്പമില്ല, നേരം ഉണ്ടല്ലോ എന്ന് വെച്ച്. പിന്നീട് ഇങ്ങനെ ആളുകൾ പ്രസംഗങ്ങളെല്ലാം നേരത്തെ തന്നെ തുടങ്ങിയപ്പോഴത്തേക്കും അന്വേഷിച്ചപ്പോൾ 2:30 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് വേഗം തന്നെ ബിരിയാണിയുടെ കാര്യങ്ങൾ ചെയ്ത്, പിന്നെ ബീഫ് ഒന്ന് വേവിച്ചും കൂടി വെച്ച് തരണമെന്നുണ്ടെങ്കിൽ അത് കേടായി പോകില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ബീഫയുടെ പച്ചക്ക് ഇട്ടിട്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ചീഞ്ഞു പോകും. അതുകൊണ്ട് വേഗം തന്നെ ബീഫ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടി ഇട്ടിട്ട് അതും ഒന്നങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടാണ് പിന്നെ ഞാൻ മുകളിലേക്കൊക്കെ പോയത്. പിന്നെ ഇതിനകത്തുനിന്ന് കുറച്ച് ബീഫ് റൂബി കുഞ്ഞിനും വേണ്ടിയിട്ടുമൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ വേവിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ആ ഒരു കാര്യവും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ബീഫ് വേവിച്ചേക്കണത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്ന് രാവിലെ സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പിന്നെ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാനത് മൊത്തത്തിൽ വേവിച്ച് വെച്ചത്. പിന്നെ റോജറിന് കശുവണ്ടി മുന്തിരിയൊക്കെ ബിരിയാണിയുടെ ഇഷ്ടമാണ്, പപ്പട പോലെ. ഇപ്പം ഞാൻ റയനും മാത്രമാണെന്നുണ്ടെങ്കിൽ റിച്ചാർഡും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കശുവണ്ടി മുന്തിരി ഇടണമെന്ന് റിച്ചാർഡിന് ഇഷ്ടമല്ല. അപ്പോൾ റോജറിനും പപ്പക്കൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് പപ്പ ഇത് കഴിക്കില്ല, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ
റോജറിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി കശുവണ്ടി മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് അതുമൊക്കെ ഒന്ന് ഇട്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ സവാളയും കുറച്ച് വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കോരിയെടുത്ത് ഇനിയിപ്പോൾ സവാളയും കൂടി ഇട്ടിട്ട് അത് വറുത്തവിടെ മാറ്റി വെച്ചിട്ട് വേണം എനിക്ക് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും ബിരിയാണിയായി. പപ്പക്ക് പോർക്ക് കറിയും കൂട്ടിയിട്ട് ചോറ് തിന്നുകയും ചെയ്യാം. പപ്പയുടെ ഫേവറേറ്റാണ്. അപ്പോൾ പിന്നെ വേറൊരു കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെ സവാളയൊക്കെ വറുത്ത് വെച്ച് ആ ബീഫ് ഒന്ന് ഓഫ് ചെയ്യാതെ എനിക്ക് പോകാൻ പറ്റൂല. അപ്പോഴേക്കും പപ്പക്ക് വേണ്ടതെല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കുമ്മട്ടിക്ക് കുറച്ച് കട്ട് ചെയ്തത് ഫ്രിഡ്ജിൽ ഇരുന്ന് വെച്ചത് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ. പുറത്തേക്ക് എടുത്ത് വെച്ചില്ലെങ്കിൽ അതാരും കഴിക്കൂല. അപ്പോൾ അത് ചോറുമുണ്ട്, കാലത്തെ പരിപ്പ് കറിയുണ്ട്, പുട്ടും പരിപ്പുമാണല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നത്. പിന്നെ മാങ്ങയുടെ കറിയുണ്ട്. അപ്പോൾ അത് മതിയാകും പപ്പക്ക്. പരിപ്പ് കറിയൊക്കെ തിന്ന് പോർക്കൊക്കെ ഇട്ടൊക്കെ കഴിച്ചോളും. അപ്പോൾ റൂബിക്കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കണേണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും റയൻ റൂബിക്കുഞ്ഞിനെയും കൊണ്ട് പുറകെ വന്നതാണ്. അപ്പോൾ റയൻ പറയുന്നുണ്ട്, മമ്മി മോളിൽ പോയി നിൽക്കണ്ടേ, വരാൻ നേരം ഇട്ടിട്ടും തോന്നുന്നുണ്ട്, എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി വന്ന സമയത്ത് ഈ നിൽക്കുന്ന ആളുകളെല്ലാവരെയും അതിന് മുൻപ് തന്നെ മാറ്റി അപ്പുറത്ത് അത് സീറ്റിൽ കൊണ്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആളുകളെയൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഓഡിയൻസായിട്ട് ഇരുത്താനും. പിന്നെ നമ്മളുടെ നാട്ടിലുള്ള ആളുകളും അങ്ങനെ ഒത്തിരി ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളിതേ മുകളിലേക്ക് കയറിയിട്ടാ എൻ്റെ ബീഫിൻ്റെ ഇതെല്ലാം ഓഫ് ചെയ്തിട്ട് അങ്ങനെ മുകളിലേക്ക് കയറി. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം നേരമായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ഭക്ഷണമൊക്കെ എടുത്ത് കയറണമെന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിനെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മുകളിൽ തന്നെ പോയിരുന്നു. മുകളിലാണെങ്കിൽ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ റോജർ ചൂട് കൊണ്ട് തളർന്നിട്ട് കുറച്ച് നേരം അവിടെ കിടക്കണേണ് കേട്ടോ വർക്കിൻ്റെ ഇടയിൽ. പിന്നെ പപ്പയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പോർക്കൊക്കെ മേടിച്ച് തന്നിട്ട് പെട്ടെന്ന് തന്നെ പപ്പയുടെ കസിൻ സിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ടൊന്ന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ രാഹുൽ ഗാന്ധി വന്നതിന് മുമ്പ് തന്നെ പപ്പയും ഓടി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണുകയും ചെയ്യണം. പിന്നെ വഴിയിലൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ അങ്ങോട്ട് പോരാൻ പറ്റില്ല. അത് പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി വരണ ആ സമയത്ത് എല്ലായിടത്തും വാഹനങ്ങൾ ഈ വഴിയിലേക്ക് കയറാതിരിക്കാൻ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ വഴിയുടെയും 2 സൈഡിലും ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആരെയും പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര പ്രൊട്ടക്ഷനിലായിരുന്നു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത വീടുകളുടെ മുകളിലൊക്കെ പോലീസിനെയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു ചുറ്റും വീക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷനിലാണ് വന്നത്. പിന്നെ മെറ്റൽ ഡിറ്റക്ടറും വെച്ച് അതിൻ്റെ അകത്തു കൂടിയിട്ടാണ് ഒരുവിധം എല്ലാ നേതാക്കന്മാരെയൊക്കെ കയറ്റി വിട്ടത്. ഓഡിയൻസിനെയൊക്കെ വേറെ വഴി കൂടി ഡിറ്റക്ടറിൽ ഒന്നും ഇല്ലാതെ ഗ്രൗണ്ടിലേക്ക് കയറ്റി അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കേണ്ട ആളുകളെല്ലാം അങ്ങനെ മെറ്റൽ ഡിറ്റക്ടർ വഴിയാണ് കയറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുകളിൽ കണ്ട പോലീസുകാരവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ടെറസിൻ്റെയൊക്കെ മുകളിൽ കണ്ട അവരുടെ തൊപ്പി. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഈ വെൽക്കം ചെയ്യാൻ നിന്ന ആളുകളെല്ലാവരെയും മാറ്റി രാഹുൽ ഗാന്ധി വരണ സമയപ്പോഴത്തേക്കും പിന്നെ എല്ലാവരുമൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഇരിക്കാനൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് രാഹുൽ ഗാന്ധിനെ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഹെലികോപ്റ്ററിൽ അപ്പുറത്ത് ഗ്രൗണ്ടിൽ ഇറങ്ങി. അപ്പോൾ ഹെലികോപ്റ്റർ ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങിയിട്ടാണ് അവിടെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. താഴ്ന്ന് ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധി എത്തിക്കഴിഞ്ഞു. വന്ന് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ താഴെ വന്ന് ഭക്ഷണം എടുത്തു. കാരണം ഒത്തിരി ടൈമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രാഹുൽ ഗാന്ധി തിരിച്ചു പോകുന്നത് കാണാനും സാധിച്ചില്ല. ആ സമയത്ത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരികയും ചെയ്ത്. അപ്പോൾ അങ്ങനെ പിന്നെ
മുകളിലേക്ക് പോകാനും സാധിച്ചില്ല കേട്ടോ. അപ്പോൾ പോലീസിൻ്റെ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുത്തിട്ടാണ് ഗസ്റ്റ് നമ്മുടെ വീടിനകത്തേക്ക് വന്നത് കേട്ടോ. കാരണം ബാരിക്കേഡ് വെച്ചിട്ട് അവിടെ എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഇങ്ങനെ ഒരു കല്യാണം വിളിക്കാൻ വന്നതാണ്, അപ്പോൾ അത്യാവശ്യം വന്നിട്ട് പറഞ്ഞ് പോകാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ അവരും ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് മുകളിലേക്ക് പോകാനേ സാധിച്ചില്ല. അപ്പോൾ അവർ വന്ന് പോയി. അതിൻ്റെ ഇടയിൽ രാഹുൽ ഗാന്ധി പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ട് ഫുഡൊക്കെ എടുത്തത് കേട്ടോ. പിന്നെ രാഹുൽ ഗാന്ധിക്ക് കുടിക്കാനുള്ള വെള്ളത്തിനും എന്തോ നട്ട്സ് വെക്കാനുള്ള പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഗ്ലാസും പാത്രമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി കുടിച്ച ഗ്ലാസും പാത്രമൊക്കെയാണത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചു കൊണ്ടുവന്ന് ഏൽപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ഡിവിഷനിലെ കൗൺസിലറും ഞാനൊക്കെ ഒന്നിച്ച് കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിൽ എന്തെങ്കിലും രാഷ്ട്രീയത്തിൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ എല്ലാ സാധനങ്ങളും നമ്മളുടെ വീട്ടിൽ നിന്നൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുക കേട്ടോ, ആ പരിചയത്തിൻ്റെ പുറത്ത്. അപ്പോൾ അങ്ങനെയാണ് വന്നിട്ട് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന്. പിന്നെ നമ്മളിതേ പാതിര കുർബാനൊക്കെ ഞങ്ങൾ 3 പേരും പോകണേണ്. പപ്പ ഇത് പാതിര കുർബാനൊക്കെ അങ്ങനെ പോകാറില്ല. പണ്ടൊക്കെ പോയിരുന്നിട്ട് ഇപ്പോൾ ഒന്നും പറ്റില്ല പപ്പക്ക്. അപ്പോൾ പപ്പ രാവിലത്തെ 7 മണിയുടെ കുർബാനൊക്കെ പോവുള്ളൂ. അപ്പോൾ ഞങ്ങളിതേ പാതിര കുർബാനൊക്കെ 3 പേരും കൂടി പോകണേണ്. അത്ര നിൽക്കണ്ട. അപ്പോൾ 10:45 ഞങ്ങൾ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു 2 മണി കഴിഞ്ഞാണ് പള്ളിയിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വന്നത്. അപ്പോൾ ഇത് ഉയർപ്പാണ്, കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് നല്ല രീതിയിൽ തന്നെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ട് അപ്പോൾ ഒരു 12 മണി കറക്റ്റ് 12 മണിയാകുമ്പോഴത്തേക്കുമാണ് ഈ ഉയർപ്പ്. ആ 12 മണി വരെ വായനകൾ നടന്നത്. ഈ 12 മണിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഉയർപ്പ് കഴിഞ്ഞിട്ടാണ് ബാക്കി വായന തുടർന്ന് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉയർപ്പ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കിടന്നപ്പോഴത്തേക്ക് ഏകദേശം 2:30 ആയിട്ടുണ്ടായിരുന്നു. പള്ളിയിൽ ഞങ്ങളുടെ ഈ ഒരു ഞങ്ങൾ പോയ ബസിലിക്കയുടെ അവിടെ മഴയൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും മഴ നല്ല രീതിയിൽ പെയ്തെന്നാണ് കേട്ടത്. നമ്മളുടെ തൊട്ടടുത്ത പള്ളികളിൽ വരെ മഴ പെയ്തിട്ടുണ്ട്. പക്ഷേ ബസിലിക്കയുടെ ഒരു ഏരിയയിൽ അധികം മഴയൊന്നും ഇല്ലാതെ വെറുതെ പൊടി മഴ മാത്രമായിട്ട് അങ്ങനെ രക്ഷപ്പെട്ട് നമ്മൾ നനയാതെയൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അതിൻ്റെ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്